ഹലോ ഗായ്സ്, അമ്മ ഇപ്പോൾ ഒരു കേക്ക് ഇടാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു വീഡിയോ എടുക്കാൻ കേക്ക് ഇടുന്നേ. ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെക്കണം. 2 സ്പൂൺ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. ഷുഗർ സിറപ്പ് ആയി വരുന്നതാണ്. പിന്നാണ് കുപ്പിമുള ഷുഗർ സിറപ്പായി വരുന്നത്. കണ്ട് പഠിച്ചോണം. ഷുഗർ സിറപ്പിൻ്റെ കളർ മാറുന്നുണ്ടോ? വലിയ കളർ വ്യത്യാസം വരണ്ട. ഇത്രയും മതി കളർ. കണ്ടോ? ഈ കളർ മതി. ഒന്ന് സിമ്മപ്പ് വെള്ളം മാറ്റി പിടിച്ചു. അരക്കപ്പ് വെള്ളം അതിനെ കുഴച്ച് കൊടുക്കുക. ഇത് വീണ്ടും ഞാൻ കത്തിച്ച് അല്ലെ ക്യാൻഡി പോലെ ആയിപ്പോ. ക്യാൻഡി അറിയാം. എന്നിട്ട് വീണ്ടും വെള്ളത്തിൽ വെച്ച് നല്ല രസമുണ്ട്. ക്യാൻഡി പോലെ കണ്ടിട്ട് ഇങ്ങനെ രസമുണ്ട്. അതിന് വെള്ളത്തിൽ കിടന്ന് സിമ്മലിട്ടാൽ മതി. സിമ്മലിട്ട് വെള്ളം പറ്റിപ്പോവും. വേവിപ്പിച്ച് ക്യാൻഡിയായി. ഇവിടെ കേക്ക് ഇടുന്ന പാത്രമോ അല്ലെങ്കിൽ ഓവനോ ഒന്നുമില്ല. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഓവനും കുറേ മേടിക്കണമെന്നുണ്ട്. വേണ്ടേ കൊണ്ട് കുക്കറിലുണ്ടാക്കും. വൃത്തി വെക്കാം. വെള്ള പേപ്പർ വേണം. ഓക്കെ, ഇനി നമുക്ക് അതിനിവിടെ വെക്കാം. കപ്പ് മൈദ എടുക്കുക. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ എടുക്കുക. അടച്ചു വെക്കണം കേട്ടോ. ഇവിടെ വിലയുള്ളതല്ലേ. 16 രൂപയുള്ളൂ. ഇനി ബേക്കിംഗ് സോഡ എടുക്കുക. 1/2 ടീസ്പൂൺ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ അരി വല്ലതും ഉണ്ടെങ്കിൽ അറിയത്തില്ല. കൊച്ചരിക്കാൻ എന്നെ സഹായിക്കുന്നുണ്ട്. അരിച്ച് കിട്ടുമോ നിലത്ത് പോവോ ഒന്നും അറിയത്തില്ല. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തരി കിട്ടി നമ്മൾ അരിച്ചെടുക്കുന്നേ. അത് ഓക്കെ, അത് മാറ്റി വെക്കുക. ഒരു കുക്കറിനകത്തൊരു പാത്രം വെക്കുവാണ്. അതിന് വെക്കുന്ന ഇതാണ്. അതിൻ്റെ മേളിൽ വെക്കുന്നതാണ് കേക്ക് വെക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് നല്ല സിമ്മയിലിരിക്കണം. ആദ്യം ഒരു ചെറിയ ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മുടെ 2 ചെറിയ കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ ഇട്ട് കൊടുക്കും. ഇവിടെ ഏലക്കായ ചുവച്ചിട്ട് ഇഷ്ടമുള്ളത് അവിടെ ഇട്ടു. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക. എടുത്തോ 2 മുട്ട ഉടച്ചു കൊടുക്കുക. രണ്ടാമത്തെ മുട്ട അടച്ചു ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. എന്നിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കറക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും 1 കപ്പ് മൈദയും കൂടെ എടുത്ത കൂട്ട് പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. അല്ലെ കട്ട ചെയ്യും. പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ കറക്കുക. ബാക്കിയുടെ കൂട്ട് മൈദയുടെ കൂട്ടിട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്തത്.
മൈദയിൽ വെച്ചത്. എന്നിട്ട് ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കേ കൂടെ. ഞാൻ എൻ്റെ മധുരത്തിൻ്റെ അളവാണ് കൊടുത്തതേ. അതോടെ അപ്പയ്ക്ക് മധുരം കുറവ് വേണം, കൊച്ചിന് മധുരം കുറവ്. എന്നിട്ട് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. നമുക്കിവിടെ നട്ട്സും ക്രിസ്മസും ഒന്നും ഇല്ല. പാത്രം സെറ്റ് ചെയ്ത് വെച്ചത് കണ്ടായിരുന്നല്ലോ, ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് അതിനകത്തേക്ക് ഇതിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കും. കേക്ക് ഇതിൻ്റെ കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചത് ബാറ്റർ എന്ന് പറയും. ഞാനങ്ങനെയൊന്നും പറയാം, സാധാരണ കൂട്ടെന്നൊക്കെ പറയുള്ളൂ. നമ്മളെടുത്തിട്ട് ബാറ്റർ നല്ല ടേസ്റ്റാണ് ഗൈസ്. അതെ, ആ ബാറ്റർ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ തൊട്ട് നോക്കാവില്ല. പൂപ്പിമോക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂട്ടൊഴിച്ച് കൊടുക്കാം. പൂപ്പിമോൾ അപ്പം നോക്കിയിരിക്കാം കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് അത് തീരും. കേക്കിനോട് കൊതി പിടിച്ച് ക്യാമറയൊക്കെ പല വഴിക്ക് പോകും. പൂപ്പിമോള് നീ ഇങ്ങനെയൊന്ന് കാട്ടി കൊടുക്കണം. കാരണം എന്നാന്നറിയാം, കൊമളയൊക്കെ മാറി കേട്ടാ. അതെ, കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കൊമളയായിട്ട് കുക്കറിലോട്ട് എടുത്ത് വെച്ച് മിനിറ്റ് നമുക്ക് തീ കൂട്ടി വേണം. ഇത് വേണ്ട കേട്ടോ, ഇവിടുത്തെ വാഷർ മാത്രമേ വാഷർ പോകും. അടച്ച് ഇടാൻ 1 മിനിറ്റ് വെക്കുക. ഇനി ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് നോക്കണം. 1 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സിമ്മിലിടാം. കേക്ക് റെഡിയായോ നോക്കാം. 45 മിനിറ്റ് ആകുന്നു. ഒന്ന് വായോടെ ഒന്ന് കുത്തി നോക്കാം. ഇങ്ങനെ ഇരിക്കുവാ, റെഡിയായോ കുളമായോ? ഓക്കെ, അപ്പോൾ ദേ കേക്ക് വെന്തിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. കുളമായില്ല, പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ട് നമുക്ക് പറയാം. ഉപ്പിമോൾക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കണം. ഉപ്പിമോൾക്ക് വേഗം മുന്നേ കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊക്ക് പിന്നെ ക്ഷമയുണ്ട്. ഗൈസ് കേക്കിന്റെ കോലം കാണിച്ചു തരാം. ഗൈസ് കേക്ക് റെഡി. ഇതാണ് കേക്ക്. അപ്പം ഗൈസ് പ്ലം കേക്കാണ്. അമ്മ കേക്ക് ഊരാൻ പോവാണ്. നമുക്ക് കേക്ക് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇവിടെ കൊതി പിടിച്ച് ബുബിമോളാണ് കൊതിപിടുത്തം പിള്ളേരല്ലേ. എടുത്ത് മാറ്റാം. ഞാൻ ഓർത്ത് എൻ്റെ കേക്ക് പാളിപ്പോവും, ബുബിമോളെ അപ്പയുടെ മുന്നിൽ നാണം കിടണ്ട വരുമെന്ന്. അപ്പോൾ കേക്ക് പാളിപ്പോയില്ല. അടിയിലത്തെ പേപ്പറിലൂടെ പൊളിച്ചെടുക്കാം. ഞാൻ പിടിച്ചു. ഞാനാണ് അമ്മയ്ക്ക് പൊളിച്ചെടുക്കുന്നത്. അപ്പോൾ കേക്ക് റെഡിയായി. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിൽ വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ട്, ക്ഷമിക്കുക. കേക്ക് ഏതായാലും കേക്കായിട്ട് തന്നെ കിട്ടി. അപ്പോൾ പൂപ്പിമോൾ അങ്ങനെ കൊത്തി പിടിച്ച് നിൽക്കുകയാണ് കേക്ക് മുറിക്കാനായിട്ട്. അപ്പോൾ പൂപ്പിമോളെ കൊണ്ട് കേക്ക് മുറിച്ച് ഒന്ന് കഴിച്ച് നോക്കട്ടെ പൂപ്പിമോള്. ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ബർത്ത്ഡേ അല്ല, ചുമ്മാ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പൊ അപ്പക്ക് ഇച്ചിരി കേക്ക് കൊടുത്തു നോക്കുവാണ്. പിമ്മോൾ ഇപ്പൊ എന്നതേലും ഡയലോഗ് അടിക്കും. നല്ലതൊക്കെയാ പിമ്മോൾ ഇമ്മ ഷോ കാണിക്കുന്ന. ചൂടോടെ കഴിക്കണം, ആക്രാന്ത. കൊടുത്തത് അപ്പയ്ക്ക് കൊടുക്കടി, അത് മുഴുവൻ തിന്ന് തീർക്ക്. നോക്കണം, വായി വെച്ച് കൊടുത്തു നോക്കാം. കേക്ക് തീരുന്ന വരെ പൂപ്പയും മുളകിന്റെ മുന്നിൽ നിന്ന് മാറുകയില്ല. നാളത്തേനൂടെ കാലം വൈ. പട വായി വെച്ച് കൊടുക്കച്ചിരേ. നല്ലതാണ്, വലിയ കുഴപ്പമില്ല. അപ്പൊ വീണ്ടും കാണാവേ. ടാറ്റാ, ബൈ ബൈ. പൂപ്പോക്ക് ഇഷ്ടപ്പെട്ടെ പൂപ്പിമോളെ എന്നെ വഴക്ക് ചുണ്ടി പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നിട്ട് കേക്ക് കഴിച്ചതാണേ പൂപ്പിമോളാണേ എന്ന് പറയുന്നത്. അപ്പൊ ടാറ്റാ, ബൈ ബൈ.